ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മള് ഞാൻ എങ്ങനെയാ മന്തി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പൊ എളുപ്പത്തില് മന്തി മസാലയൊന്നും ഇല്ലാതെ എങ്ങനെ മന്തി ഉണ്ടാക്കാന്ന് നോക്കാം. മന്തി മസാല ഇട്ടില്ല എന്ന് വെച്ച് ഇതിന് ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടാ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മന്തി. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം. 2 ചെറിയ തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 5-6 വെളുത്തുള്ളിന്റെ അല്ലി, പിന്നെ മാഗി ക്യൂബ്. ഇത്രയും നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ എന്ത് കുക്ക് ചെയ്യുമ്പോഴും എൻ്റെ മോളും കൂടി എൻ്റെ ഒന്നിച്ചുണ്ടാവും. ആർക്കും ഇതുപോലെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇതിലേക്ക് ഇടട്ടെ, ഞാനും ഇതിടട്ടെ എന്നൊക്കെ ചോദിച്ച് ഒന്നിച്ചുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളത് ഈ ഒരു പാകത്തിന് ഇതിനെ അരച്ചിട്ട് എടുക്കാം. നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതിനെ നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത്, സാധാരണ വലിയ പീസുകളാണ് മന്തിക്ക് എടുക്കാറ്, പക്ഷെ ഞങ്ങൾ ഇവിടെ ചെറിയ പീസാണ് ചെയ്യുക. എന്നാലേ അതിലേക്കൊരു ഉപ്പെല്ലാം പിടിച്ചിട്ട് ഒരു ടേസ്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയാണ് മന്തി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ പീസ് കട്ട് ചെയ്യല്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മന്തി മസാല ഉള്ള ആൾക്കാരാണെങ്കിൽ മന്തി മസാല ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ അധികം മന്തി മസാല ഇടാതാണ് കേട്ടോ മന്തി ഉണ്ടാക്കാറ്. ഈ ഒരു റെസിപ്പിയിലാണ് ഞാൻ ഉണ്ടാക്കാറ്. പിന്നെ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് കളറാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മളത് ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം, മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്ത് ഇതിനെ നമുക്ക് അടച്ച് വെച്ച് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ടൈം ഇല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കാം. ഇത് കുതിർത്ത് വെച്ച സെല്ല റൈസ് ആണ്. ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതിനെ ഗ്യാസിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും അതിൽ വെള്ളം വരും. അപ്പോ ചിക്കൻ ഏകദേശം ഒരു 1/4 ഭാഗം വേവായതിനു ശേഷമാണ് നമ്മൾ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് വേവിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അരി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നതല്ല. ഈ ചിക്കൻ വേവുന്ന സമയത്ത് നമ്മളൊന്ന് റൈസ് വേവിച്ചെടുക്കാം. റൈസ് നല്ലോണം വെന്ത് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 1/4 ഭാഗം വേവായതിനു ശേഷം നമുക്ക് റൈസിനെ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ വെന്ത ആ ഒരു ഗ്രേവി ഈ ചോറിന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ നോർമൽ ചെയ്യുന്ന പോലെ മുളക് കുത്തി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ അവസാനമായിട്ട് കുറച്ച് കനല് എടുത്ത് പാത്രത്തിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ആ ഒരു സ്മോക്കിംഗ് ഫ്ലേവറിന് വേണ്ടിയിട്ട്. മുമ്പൊക്കെ ഈ പുകയുടെ മണം വന്നാല് ഭക്ഷണം കഴിക്കില്ല, പക്ഷെ ഇപ്പൊ പുകയുടെ മണം വരുത്തിച്ചിട്ടാണ് എല്ലാരും കഴിക്കാറ്. കാലത്തിന്റെ ഒരു പോക്കേ. അപ്പൊ നമ്മളുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ ഓൾ.